പതിവ് തെറ്റിച്ചില്ല കേട്ടോ. തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയുടെ വളകാപ്പായിരുന്നിട്ട് പോലും ഏറ്റവും വൈകി എത്തിയത് ഞങ്ങളായിരുന്നു. പിന്നെ അവരുമായിട്ട് മുൻകാല പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരായിട്ടൊക്കെ നല്ല കൂട്ടായി. അപ്പോൾ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം അച്ചൂസ് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരെയും കൂടി ഇരിക്കുമായിരുന്നു കേട്ടോ. അച്ചൂസിനെ ആരെങ്കിലും എടുത്തു വെച്ചാൽ മതി, താഴെ വെക്കാതിരുന്നാൽ മതി കേട്ടോ. അച്ചൂസിന് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം അച്ചു ഇരിക്കുന്ന ആ കൈകളുടെ ഉടമസ്ഥൻ്റെ പേരും അച്ചു എന്ന് തന്നെയാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും പെട്ടെന്ന് മച്ചായി. അടുത്തതായിട്ട് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങായിരുന്നു കേട്ടോ. ശരിക്കും ഈ ചടങ്ങ് കണ്ടോണ്ട് നിന്നപ്പോൾ അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണൊന്നും നനഞ്ഞ് കാണും. അങ്ങനെ ഒരു സന്ദർഭമായിരുന്നു അവിടെ കേട്ടോ. നമ്മൾ മൊത്തം വീഡിയോയിൽ ചേർക്കുന്നില്ലെങ്കിലും അമ്മായിയമ്മയും അമ്മായച്ചനും എല്ലാവരും കരഞ്ഞൊരു സന്ദർഭമായിരുന്നു കേട്ടോ അത്. അതുപോലെ നമ്മുടെ അനുജ എന്നവളുടെ പേര് ഇവളും കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിന്നപ്പോൾ വീഡിയോ എടുത്ത് എനിക്ക് തന്നെ സങ്കടം. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ നമ്മൾ ചെറുക്കനെ കരയിക്കാൻ വേണ്ടി മാക്സിമം നോക്കിട്ടോ. എല്ലാവരും കരയും, നീ മാത്രം എന്താടാ കരയാത്ത, നീ ഇങ്ങനെ വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കാട, നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ. എല്ലാവരും ശ്രമിച്ചെങ്കിലും അവനെല്ലാം ഒരു ചെറിയ പുഞ്ചിരിയോടെ കൈകാര്യം ചെയ്തു കേട്ടോ. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ പെൺകുട്ടി കാറ് കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ യാത്രയാക്കാൻ പോയിട്ട് അമ്മയും അച്ഛനും എല്ലാവരും തിരിച്ചു വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് ഇവരുടെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായിരിക്കും അല്ലേ. അനുജയ്ക്ക് വേണ്ടി മാത്രമല്ല, അവളുടെ കൂട്ടത്തിൽ തിരിച്ചു വരുന്ന കുഞ്ഞാവയ്ക്കും വേണ്ടി. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ബൈ.